വെൽക്കം ടു കൊറിയൻ മല്ലൂസ്. പ്രണയിക്കാൻ പഠിക്കാൻ ഒരു ചെക്കനെ വാടകയ്ക്കെടുത്താൽ എങ്ങനെ ഉണ്ടാവും? അതറിയാൻ നമുക്ക് ഈ സീരീസ് ഒന്ന് കണ്ടു നോക്കാം. 2019 പുറത്തിറങ്ങിയ ഒരു റൊമാൻറ്റിക് കോമഡി തായ് സീരീസാണ് ബോയ് ഫോർ റെന്റ്. ടോട്ടൽ 12 എപ്പിസോഡ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടു തീർക്കാം. നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു ഡ്രാമ കൂടി ഉടനെ തുടങ്ങുന്നതാണ്. ഇനി നമുക്ക് സീരീസിലേക്ക് കിടക്കാം. എൻ്റെ ഹെഡ് ബീറ്റ് കൂട്ടാൻ നിനക്ക് കഴിഞ്ഞാൽ നിന്നെ ഞാൻ പ്രണയിക്കാം എന്ന് ഇഷ്ടം തോന്നിയ പയ്യൻ മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ അവൻ ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് എങ്ങനെയെങ്കിലും എത്തിയേ പറ്റുമെന്ന ചിന്തയോടെ സ്മൈൽ എന്ന ഇന്നസെന്റ് ഗേളും തന്റെ ബോയ് ഫ്രണ്ട് തന്നെ ചീറ്റ് ചെയ്യുകയാണ് എന്ന് തിരിച്ചറിഞ്ഞ് അവനോട് പ്രതികാരം ചെയ്യാൻ വേറൊരാളെ കൂട്ടുപിടിക്കാൻ ലിസ് എന്ന പെൺകുട്ടിയും ബോയ്സിനെ റെന്റിന് കിട്ടുന്ന ഒരു സ്ഥാപനത്തിൽ നിന്ന് ഓരോ ബോയ്സിനെ റെന്റിന് എടുക്കുന്നു. അത് രണ്ടുപേരുടെയും ലൈഫ് തന്നെ മാറ്റിമറിക്കുകയാണ്. സീരീസിന്റെ തുടക്കത്തിൽ സ്മൈൽ തനിച്ച് ബോയ് ഫോർ റെന്റിന്റെ ഓഫീസിലേക്ക് കയറി വരുന്നതാണ് കാണിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ അതേ വഴിയിലൂടെ ലിസും അവിടെ എത്തുന്നു. ഈ ബോയ് ഫോർ റെന്റ് എന്നത് ലീഗലി അപ്രൂവ്ഡ് ഓഫീസൊന്നുമല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ വിജനമായ ഒരു സ്ഥലമാണത്. അവിടേക്ക് വരുന്നതിന്റെ ആശങ്കയും പേടിയും ഒക്കെ രണ്ടുപേരുടെയും ഉള്ളിലുണ്ട്. അവിടുത്തെ മാനേജർ എങ്ങനെയുള്ള ബോയിയാണ് ആവശ്യമെന്ന് സ്മൈലിനോട് ചോദിച്ചപ്പോൾ മുതിർന്നവരെ പോലെ പ്രണയിക്കാൻ എന്നെ പഠിപ്പിക്കാൻ കഴിയുന്ന ഒരാളാണ് ആവശ്യം എന്നവൾ പറയുന്നു. അങ്ങനെ ഒരു ആവശ്യത്തിലേക്ക് അവൾ എത്തിയത് എങ്ങനെയാണെന്ന് അറിയണ്ടേ? സ്മൈൽ ഒരു ദിവസം രാവിലെ ധൃതിയിൽ കോളേജ് വരാന്തയിലൂടെ ഓടുകയാണ്. തിരക്കിനിടയിൽ എതിരെ വന്ന ഒരു പയ്യനെ ഇടിച്ച് അവളുടെ കയ്യിലിരുന്ന ബുക്ക് താഴെ വീഴുന്നുണ്ട്. ഈ പേരാണ് നമ്മുടെ ഹീറോ ബാഡ്സ്. സ്മൈൽ പക്ഷേ അവനെ കാണാൻ പോലും സമയമില്ലാത്ത വിധത്തിൽ ബുക്കും പെറുക്കിയെടുത്ത് ഓട്ടം തുടരുന്നു. ഇവൾ ഇത്ര ധൃതിയിൽ തെങ്ങോട്ടാണ് എന്ന് അവൻ അപ്പോൾ ചോദിക്കുന്നുണ്ട്. എലവേറ്റർ ലക്ഷ്യമാക്കിയാണ് അവൾ ഓടിക്കൊണ്ടിരുന്നത്. അവൾ അടുത്തെത്താറായപ്പോൾ ഒരു പയ്യൻ കയറി അത് തടയാൻ തുടങ്ങിയെങ്കിലും അവളുടെ വരവും ബഹളവും കണ്ട് അവൻ ഇടയ്ക്ക് കൈവച്ച് തുറക്കുന്നു. ഇതാണ് നമ്മുടെ മറ്റൊരു ഹീറോ കൈറോ. അവൻ കാണാൻ വളരെ സുന്ദരനാണ്. അതുകൊണ്ട് തന്നെ സ്മൈൽ അവനെ കണ്ട് അകത്തേക്ക് പോലും കയറാതെ ഒന്ന് നിന്നു പോകുന്നുണ്ട്. കയറുന്നില്ല എന്ന് അവൻ ചോദിച്ചപ്പോഴാണ് അവൾ അകത്തേക്ക് കയറിയത് തന്നെ. രണ്ടുപേർക്കും 5th ഫ്ലോറിലേക്ക് തന്നെയായിരുന്നു പോകേണ്ടിയിരുന്നത്. സ്മൈൽ അടുത്ത് നിൽക്കുന്ന സുന്ദരനെ ഇടം കണ്ടിട്ട് ഇടയ്ക്കൊക്കെ വായി നോക്കി ആസ്വദിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് പവർ ഓഫ് ആയി എലവേറ്റർ സ്റ്റക്കായത്. അതിനുള്ളിലെ എമർജൻസി സ്വിച്ചും ഒന്നും വർക്ക് ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ക്ലബിൽ ജോയിൻ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള സമയം കഴിഞ്ഞു പോകുമല്ലോ. ഒരു ക്ലബിലും ജോയിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം ഗ്രാജുവേഷൻ കഴിഞ്ഞാലും എൻ്റേത് കഴിയില്ല. എൻ്റെ പേരൻസ് ആകെ നിരാശരാകും എന്നൊക്കെ പറഞ്ഞ് സ്മൈൽ വിളിച്ചു കൂവി സഹായം അഭ്യർത്ഥിക്കാൻ തുടങ്ങുന്നു. കൈറോ അവളെ സമാധാനിപ്പിച്ചിട്ട് ഫോണിന് റേഞ്ച് ഉണ്ട് എന്ന് പറഞ്ഞ് അവൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് വിവരം പറയുന്നു. സഹായത്തിന് ആൾ വരുമെന്നറിഞ്ഞതോടെ സ്മൈലിന് ആശ്വാസമാകുന്നുണ്ട്. രണ്ടുപേരും പരസ്പരം പേരൊക്കെ പറഞ്ഞ് പരിചയപ്പെടുന്നുണ്ട്. അപ്പോഴാണ് എലവേറ്റർ താഴേക്ക് തകർന്നു വീഴാൻ പോകുന്നതിന്റെ ലക്ഷണമൊക്കെ കാണിക്കുന്നത്. അതോടെ സ്മൈലാകെ പരിഭ്രാന്തയാകുന്നു. എനിക്ക് മരിക്കാൻ പേടിയാണ് എന്ന് പറഞ്ഞ് അവൾ ബഹളം വയ്ക്കുന്നു. അഥവാ താഴേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ ഭാരം കുറഞ്ഞിരിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞ് അവൾ കോട്ടും കയ്യിലിരുന്ന ബുക്കും എല്ലാം താഴെ ഇടുന്നു. ഇവൾ എന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് വിചാരിച്ച് അന്തപ്പെട്ട് നിൽക്കുകയായിരുന്ന കൈറോയുടെ കയ്യിലിരുന്ന ബുക്കും അവൾ വാങ്ങി താഴെ ഇടുന്നു. പെട്ടെന്ന് ലിഫ്റ്റ് ഒന്ന് കുലുങ്ങുന്നതിനാൽ അവൾ കൂവി വിളിച്ചുകൊണ്ട് അവന്റെ ദേഹത്തേക്ക് ചാടി വീഴുന്നു. രണ്ടുപേരും കൂടി താഴേക്ക് ഇരുന്ന് പോകുന്നു. കൈറോയുടെ മടിയിലാണ് സ്മൈൽ. ലിഫ്റ്റ് താഴേക്ക് പോകുന്നില്ല എന്ന് കണ്ടപ്പോൾ അവൾ പതിയെ കണ്ണു തുറന്ന് സോറി പറഞ്ഞ് ഒരു ചിരിയോടെ എഴുന്നേക്കാൻ തുടങ്ങിയപ്പോഴാണ് ലിഫ്റ്റ് വീണ്ടും കുലുങ്ങിയത്. അവൾ വീണ്ടും കൂവി വിളിച്ചുകൊണ്ട് അവന്റെ മടിയിലേക്ക് ഇരുന്ന് അവനെ കെട്ടിപ്പിടിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ ലിഫ്റ്റിൽ ലൈറ്റ് തെളിയുന്നു. സ്മൈൽ ആശ്വാസത്തോടെ അവന്റെ തോളിൽ നിന്ന് തല ഉയർത്തി അവന്റെ മുഖത്തേക്ക് നോക്കി ചിരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എലവേറ്ററിന്റെ വാതിൽ തുറന്നത്. പുറത്ത് കൈറോ നേരത്തെ ഫോൺ ചെയ്ത അവന്റെ ഫ്രണ്ട്സും വേറെ കുറെ സ്റ്റുഡൻസും ഉണ്ടായിരുന്നു. ഇപ്പോൾ സ്മൈലും കൈറോയും ഇരിക്കുന്ന പൊസിഷൻ കണ്ടാൽ ഒറ്റ നോട്ടത്തിൽ എല്ലാവരും തെറ്റിദ്ധരിക്കും. ഇവിടെയും അത് തന്നെ സംഭവിക്കുന്നു. ഞങ്ങൾ വന്നത് ശല്യമായോ എന്ന് പുറത്തു നിന്നവർ ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊന്നുമല്ല എന്ന് പറഞ്ഞ് സ്മൈൽ എഴുന്നേക്കാൻ ശ്രമിക്കുന്നതിനിടെ കാൽ വഴുതി ഒരിക്കൽ കൂടി അവൻ്റെ മുകളിലേക്ക് വീഴുന്നുണ്ട്. എന്തായാലും രണ്ടുപേരും അതെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങുന്നു. സമയം നോക്കിയപ്പോഴാണ് ആപ്ലിക്കേഷൻ നൽകാനുള്ള ഡെഡ് ലൈൻ കഴിഞ്ഞല്ലോ എന്ന് സ്മൈലിന് ബോധം വന്നത്. ക്ലബിൽ ജോയിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എൻ്റെ 1 വർഷം പോകും. എൻ്റെ അമ്മ പിന്നെങ്ങനെ അടുത്ത വീട്ടിലെ ആൻറ്റിയുടെ മുഖത്ത് നോക്കും. ആകെ നാണക്കേടാകുമല്ലോ എന്നൊക്കെ അവൾ പരിസരബോധമില്ലാതെ വിളിച്ചു പോവുകയാണ്. ബഹളം വെക്കണ്ട, നിനക്ക് ഏതെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് വായിക്കാൻ അറിയാമോ എന്ന് കൈറോ അവളോട് ചോദിക്കുന്നു. എനിക്ക് പിയാനോ വായിക്കാൻ കുറച്ചൊക്കെ അറിയാം എന്ന് സ്മൈൽ പറഞ്ഞപ്പോൾ എങ്കിൽ പിന്നെ വിഷയമില്ല, എൻ്റെ ക്ലബിൽ ജോയിൻ ചെയ്തോളൂ, ഞാൻ വെസ്റ്റേൺ മ്യൂസിക് ക്ലബിൻ്റെ പ്രസിഡൻ്റാണ് എന്ന് കൈറോ പറയുന്നു. ആപ്ലിക്കേഷൻ ഫോമും അപ്പോൾ തന്നെ നൽകുന്നുണ്ട്. അതോടെ സ്മൈലിൻ്റെ ആ പ്രശ്നം സോൾവ് ആകുന്നു. ഇനി നമ്മൾ കാണുന്നത് നമ്മുടെ സെക്കൻഡ് ഹീറോയിൻ ലിസിനെയാണ്. കോളേജ് സ്റ്റുഡൻ്റായ അവൾ നല്ലൊരു സിംഗർ കൂടിയാണ്. അവൾക്കൊരു മ്യൂസിക് ബാൻഡുമുണ്ട്. അവർ പതിവായി നൈറ്റ് ബാറിൽ പ്രോഗ്രാം അവതരിപ്പിക്കുന്നുണ്ട്. ഇപ്പോഴും അവളോട് പാട്ട് പാടുകയാണ്. പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ ഒരു റിച്ച് ഗായ് അവളോട് സംസാരിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ് അവളെ അടുത്തേക്ക് വിളിപ്പിക്കുന്നു. ലിസിന് അയാളുടെ അടുത്തേക്ക് പോകാൻ ഒട്ടും താല്പര്യമില്ലാഞ്ഞിട്ടും ബാറിലെ സ്റ്റാഫ് നിർബന്ധിച്ച കാരണം അവൾ അങ്ങോട്ടേക്ക് ചെല്ലുന്നു. അയാൾ വണ്ടിയുടെ കീ മേശപ്പുറത്ത് വെച്ച് അവളുടെ ശരീരത്തിൽ മോശം രീതിയിൽ തടവിക്കൊണ്ട് എൻ്റെ വണ്ടി താഴെ പാർക്ക് ചെയ്തിട്ടുണ്ട്, എൻ്റെ വീട്ടിലേക്ക് വരുന്നോ എന്ന് ചോദിക്കുന്നു. ലിസ് ഭയങ്കര താല്പര്യമുള്ളതുപോലെ താഴെ പാർക്ക് ചെയ്തിരുന്ന ആ സ്പോർട്സ് കാർ നിങ്ങളുടേതായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അവൾ ഇപ്പോൾ കൂടെ ചെല്ലുമെന്ന് തന്നെ അയാൾ പ്രതീക്ഷിക്കുന്നു. അപ്പോഴാണ് നിങ്ങൾ പാർക്ക് ചെയ്ത സ്ഥലം എൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ ബൈക്ക് വെക്കാനുള്ളതാണ്, ഇനി മേലിൽ ആ സ്ഥലം കയ്യേറരുത്, എൻ്റെ ബോയ് ഫ്രണ്ട് താഴെ കാത്തു നിൽക്കുന്നുണ്ടാവും, ഞാൻ പോകട്ടെ എന്ന് പറഞ്ഞവൾ കൂളായി അവിടെ നിന്ന് എഴുന്നേറ്റ് പോയത്. പക്ഷേ പുറത്ത് അവൾ പ്രതീക്ഷിച്ച പോലെ അവളുടെ ബോയ് ഫ്രണ്ട് എത്തിയിരുന്നില്ല. എൻ്റെ പ്രോഗ്രാം കഴിഞ്ഞു എന്ന് അവൾ മെസ്സേജ് ചെയ്തപ്പോൾ സോറി എനിക്കിന്ന് വരാൻ കഴിയില്ല എന്നവൾ റിപ്ലൈ നൽകുന്നു. ലിസ് കുറച്ച് നിരാശയാകുന്നുണ്ട്. കാർഡ് നോക്കി ബലം പറയുന്ന ഒരു ഫ്രണ്ട് ലിസിനുണ്ട്. അടുത്ത ദിവസം കോളേജിൽ വെച്ച് ലിസ് ഒരു കാർഡ് സെലക്ട് ചെയ്തപ്പോൾ നിന്റെ ബോയ് ഫ്രണ്ട് നിന്നെ ചീറ്റ് ചെയ്യുകയാണെന്ന് അവൾ ലിസിനോട് പറയുന്നു. ലിസ് അത് എതിർത്തപ്പോൾ കാർഡിന്റെ കൊണ്ട് മാത്രമല്ല ഞാൻ അങ്ങനെ പറഞ്ഞത്, നിന്റെ ബോയ് ഫ്രണ്ടിന്റെ കോളേജിൽ എൻ്റെ ഒരു ഫ്രണ്ട് പഠിക്കുന്നുണ്ട്, അവൾ ഈയിടെ നിന്റെ ബോയ് ഫ്രണ്ടിനെ
വേറെ പല പെൺകുട്ടികൾക്കൊപ്പവും കണ്ടു എന്ന് എന്നോട് പറഞ്ഞിരുന്നു. അന്ന് ഞാൻ അത്ര വിശ്വസിച്ചില്ല. പക്ഷേ ഇപ്പോൾ നിനക്ക് കിട്ടിയ കാർഡിന്റെ ഫലം കൂടി നോക്കുമ്പോൾ അത് സത്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. കാർഡ് ഒരിക്കലും കള്ളം പറയാറില്ല എന്ന് അവൾ പറയുന്നു. ലിസ ആദ്യമൊക്കെ എതിർത്തെങ്കിലും അവസാനം അതിലെന്തെങ്കിലും സത്യം കാണുമെന്ന ചിന്ത അവളുടെ ഉള്ളിൽ കടന്നുകൂടുന്നു. കമ്മ്യൂണിക്കേഷൻ ആർട്സ് ആണ് സ്മൈൽ പഠിക്കുന്നത്. അവളുടെ പഠനത്തിന്റെ ഭാഗമായുള്ള ഒരു ഷോർട്ട് ഫിലിമിന്റെ ഷൂട്ട് നടക്കുകയാണ്. ബാറ്റ്സ് ആണ് ഹീറോ. ബൂമൈക്കും പിടിച്ചുകൊണ്ട് സ്മൈലും അവിടെയുണ്ട്. ഇടയ്ക്ക് ബ്രേക്ക് ടൈമിൽ സ്മൈലിന്റെ ബെസ്റ്റ് ഫ്രണ്ടും റൂംമേറ്റും ഒക്കെ ആയ ഉന്നി അവൾക്ക് ജ്യൂസ് കൊണ്ട് കൊടുക്കുന്നുണ്ട്. ഉന്നി ബാറ്റ്സിന്റെ ഒരു വലിയ ഫാനാണ്. അവനാണ് ഹീറോ എന്ന് കണ്ടപ്പോൾ എന്നെ ഒന്ന് പരിചയപ്പെടുത്തി തരുമോ എന്ന് അവൾ സ്മൈലിനോട് ചോദിക്കുന്നു. ഞങ്ങൾ ഒരേ വിഭാഗത്തിലുള്ളവരാണെങ്കിലും വേറെ വേറെ ഡിപ്പാർട്ട്മെന്റിലാണ്. ഞാനിതുവരെ അവനോട് സംസാരിച്ചിട്ട് പോലുമില്ല. പിന്നെ എങ്ങനെ പരിചയപ്പെടുത്താനാണ് എന്ന് സ്മൈൽ ചോദിക്കുന്നു. അപ്പോഴാണ് അടുത്ത സീനിന് വേണ്ടി ഷർട്ടിന്റെ ബട്ടൺസ് ഊരാൻ ഡയറക്ടർ ബഡ്സിനോട് പറഞ്ഞത്. അവൻ ബട്ടൺസ് ഊരുന്നതും കൂടി കണ്ടപ്പോൾ അവന്റെ 6 പാക്ക് എനിക്ക് ലൈവായി ഫുൾ HD കാണണം എന്ന് പറഞ്ഞ് ഉന്നി സ്മൈലിന്റെ കയ്യിൽ നിന്ന് മൈക്കും പിടിച്ചു വാങ്ങി അവൾ അതുവരെ ചെയ്തുകൊണ്ടിരുന്ന ജോലി ഏറ്റെടുക്കുന്നു. ഷൂട്ട് നടക്കുന്നതിനിടയിൽ ബഡ്സിനെ കാണാനുള്ള ആവേശം കൊണ്ട് ഉന്നിയുടെ കയ്യിൽ നിന്ന് മൈക്ക് പോയി ബഡ്സിന്റെ തലക്കടിക്കുന്നുണ്ട്. സ്മൈൽ എവിടെയെന്ന് ചോദിച്ച് ഡയറക്ടർ ബഹളം വെച്ചപ്പോൾ സ്മൈൽ ഓടി വന്ന് മൈക്ക് തിരികെ വാങ്ങുന്നു. എനിക്കൊന്നും പറ്റിയില്ല, വഴക്ക് പറയണ്ട, അബദ്ധം പറ്റിയതായിരിക്കും എന്ന് പറഞ്ഞ് ബഡ്സ് ഉന്നിയെ സപ്പോർട്ട് ചെയ്തതിനാൽ അവൾക്ക് വഴക്കൊന്നും കേൾക്കേണ്ടി വരുന്നില്ല. ബഡ്സിന് സൗന്ദര്യം മാത്രമല്ല അവന്റെ സ്വഭാവവും നല്ല സ്നേഹവും ദയയും ഉള്ളതാണ് എന്നറിഞ്ഞതോടെ ഉന്നിക്ക് ബഡ്സിനോട് ഒന്നുകൂടി ഇംപ്രഷൻ ആവുന്നുണ്ട്. അന്ന് രാത്രി റൂമിലെത്തിയപ്പോഴും ബഡ്സിന്റെ തലയിലിടിച്ച മൈക്കും കെട്ടിപ്പിടിച്ച് അവനെക്കുറിച്ച് പറയാനേ അവൾക്ക് സമയമുണ്ടായിരുന്നുള്ളൂ. ഞാൻ എന്തായാലും എൻ്റെ ഇഷ്ടം ബഡ്സിനോട് തുറന്നു പറയാൻ പോവുകയാണ്. അതുകൊണ്ട് നീയും നിന്റെ ഇഷ്ടം കൈറോയോട് തുറന്നു പറയണം എന്ന് ഉന്നി സ്മൈലിനോട് പറയുന്നു. ഞാൻ എന്തിനാണ് ഇപ്പോൾ അത് പറയുന്നത് എന്ന് സ്മൈൽ ചോദിച്ചപ്പോൾ നീ നമ്മുടെ പ്രോമിസ് മറന്നുപോയോ എന്ന് ചോദിച്ച് ഉന്നി ഒരു പേപ്പർ എടുത്തുകൊണ്ട് വന്ന് കാണിക്കുന്നു. അതിൽ നമ്മൾ രണ്ടുപേരും എല്ലാ സുഖങ്ങളിലും ദുഃഖങ്ങളിലും ഒരുമിച്ചുണ്ടാകും. രണ്ടുപേരും ഒരേ സമയത്ത് ബോയ് ഫ്രണ്ട്സിനെ കണ്ടെത്തും. അവരോട് ഒരേപോലെ ഇഷ്ടം തുറന്നു പറയും എന്നല്ല സ്മൈലും ഉന്നിയും കൂടി മുമ്പൊരിക്കൽ എഴുതി മുദ്ര വെച്ചിരുന്നു. ഉന്നിയുടെ നിർബന്ധം കാരണമാണ് സ്മൈൽ അന്ന് അത് സമ്മതിച്ചത്. ഇപ്പോൾ അത് അവൾക്ക് തന്നെ പണിയായിരിക്കുകയാണ്. ഈ പ്രോമിസ് പാലിക്കാൻ നീ കൈറോയോട് ഇഷ്ടം തുറന്നു പറഞ്ഞേ പറ്റൂ എന്ന് ഉന്നി വാശി പിടിക്കുന്നു. ഞങ്ങൾ തമ്മിൽ അതിനുവേണ്ടി അടുപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് സ്മൈൽ ഒഴിഞ്ഞു മാറാൻ തുടങ്ങിയപ്പോൾ ആ പേപ്പറിന്റെ തന്നെ മറുപുറത്ത് അവൾ എഴുതിയിരുന്നത് ഉന്നി അവളെ കാണിക്കുന്നു. അതായത് ഈ പ്രോമിസ് പാലിക്കാതിരുന്നാൽ ജീവിതകാലം മുഴുവൻ സിംഗിളായി ഇരുന്നോളാം എന്ന് സ്മൈൽ അന്ന് എഴുതി കൊടുത്തിരുന്നു. അത് പറ്റില്ല, എനിക്കൊരു ബോയ് ഫ്രണ്ട് വേണമെന്ന് പറഞ്ഞ് അവൾ ആ പേപ്പറിൽ പിടിച്ച് വലിക്കുന്നു. ഉന്നി തിരിച്ചും പിടിച്ചു വലിക്കിടയിൽ അത് രണ്ടായി കയറുന്നു. അതോടെ ഉന്നി ഇരുന്ന് കരയാൻ തുടങ്ങുന്നു. അവളുടെ വിഷമം മാറ്റാൻ അതിലെഴുതിയിരുന്ന പോലെ ചെയ്യാൻ തയ്യാറാണ് എന്ന് സ്മൈൽ സമ്മതിക്കുന്നു. പക്ഷെ നാളെ തന്നെ പറയാതെ വാലന്റൈൻസ് ഡേ പോലെ ഏതെങ്കിലും സ്പെഷ്യൽ ഡേ വരെ കാത്തിരുന്നുകൂടെ? അപ്പോൾ ഒരു ഗിഫ്റ്റ് നൽകിയിട്ട് കാര്യം പറയാമല്ലോ എന്ന് സ്മൈൽ ചോദിക്കുന്നു. ഗിഫ്റ്റിന്റെ കാര്യം ഓർത്ത് നീ വിഷമിക്കേണ്ട, അതൊക്കെ ഞാൻ ആൾറെഡി വാങ്ങി എന്ന് പറഞ്ഞ് അവൾ ഒരു കവറിൽ നിന്ന് കങ്കാരുവിന്റെ ഒരു പാവ് പുറത്തെടുത്ത് സ്മൈലിന് നൽകുന്നു. അതുപോലെ തന്നെയുള്ള മറ്റൊരെണ്ണം എടുത്ത് കയ്യിൽ പിടിച്ചിട്ട് അത് നീ കൈറോയ്ക്ക് കൊടുക്കണം, ഇത് ഞാൻ ബഡ്സിനും കൊടുക്കാം, ബഡ്സിന് കങ്കാരുവിനെ ഇഷ്ടമാണെന്ന് കേട്ടു എന്ന് ഉന്നി പറയുന്നു. അതിന് കൈറോയ്ക്ക് കങ്കാരുവിനെ ഇഷ്ടമാണോ എന്ന് സ്മൈൽ ചോദിച്ചപ്പോൾ അതങ്ങനെ എനിക്കറിയാനാ, എന്തായാലും ഇതിന്റെ വില 400 രൂപ ഇങ്ങ് തന്നേക്ക് എന്ന് പറഞ്ഞ് ഉന്നി കൈ നീട്ടുന്നു. എങ്കിലും എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞ് സ്മൈൽ തിരിച്ചു കൊടുക്കാൻ തുടങ്ങിയപ്പോൾ റിട്ടേൺ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവളത് സ്മൈലിനെ അടിച്ചേൽപ്പിക്കുന്നു. നീ നോക്കിക്കോ, നാളെ മുതൽ ബഡ്സ് എന്റേതായിരിക്കുമെന്ന് ഗമയിൽ പറയുന്നുമുണ്ട്. പക്ഷെ അവളുടെ പ്രതീക്ഷകളെല്ലാം തകിടം മറിച്ചുകൊണ്ട് എനിക്ക് ആൾറെഡി ഗേൾ ഫ്രണ്ട് ഉണ്ട് എന്ന് പറഞ്ഞ് ബഡ്സ് അവളെ സ്പോട്ടിൽ തന്നെ റിജക്ട് ചെയ്തിട്ട് പോകുന്നു. ഈ സമയം സ്മൈൽ കങ്കാരു പാവയുമായി കൈറോയെ തിരക്കി പോകുന്നു. അവനെ ദൂരെ കണ്ടപ്പോഴേ അവളുടെ മുട്ട് വിറയ്ക്കാൻ തുടങ്ങുന്നു. അവന്റെ അടുത്തെത്താറായപ്പോൾ എല്ലാം തുറന്നു പറയാനുള്ള ധൈര്യം തരണേ എന്ന് അവൾ കണ്ണുടച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥനയുടെ അവസാനം ദൈവമേ എന്ന് വിളിച്ചത് കുറച്ച് ഉറക്കെയായതിനാൽ കൈറോ തിരിഞ്ഞു നോക്കുന്നു. സ്മൈലിനെ കണ്ട് അവൻ അടുത്തേക്ക് ചെല്ലുന്നു. അപ്പോഴാണ് അവൾ കണ്ണു തുറന്നത്. തൊട്ടുമുന്നിൽ അവനെ കണ്ട് അവളൊരു ചിരി പാസാക്കിയപ്പോൾ ഞാൻ മുന്നിൽ വരണമെന്നാണോ നീ പ്രാർത്ഥിച്ചതെന്ന് അവൻ ചോദിക്കുന്നു. എന്തായാലും കുറെ വട്ടം ചുറ്റിയെങ്കിലും അവസാനം ധൈര്യം സംഭരിച്ച് കങ്കാരുവിന്റെ പാവ അവന് നീട്ടി എനിക്ക് നിന്നെ ഇഷ്ടമാണ്, എന്റെ കാര്യം ഒന്ന് പരിഗണിക്കുമോ എന്ന് അവൾ ചോദിക്കുന്നു. അവൻ പാവ കയ്യിൽ വാങ്ങി മുന്നോട്ട് ചെന്ന് അവളുടെ താടിക്ക് പിടിച്ച് മുഖം സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് നിന്നെ കാണാൻ നല്ല ക്യൂട്ടാണ്, ലിപ്സും കാണാൻ നല്ല ഭംഗിയുണ്ട്, ഞാനത് ടേസ്റ്റ് ചെയ്യുന്നതിൽ വിരോധമുണ്ടോ എന്ന് ചോദിക്കുന്നു. സ്മൈൽ എതിർപ്പൊന്നും പറയാത്തതിനാൽ അവൻ മുന്നോട്ട് വന്ന് അവളെ കിസ് ചെയ്യുന്നു. പിന്മാറിയ ശേഷം എനിക്കിതൊരു ഹോട്ട് കിസ്സായി തോന്നിയില്ല, അതായത് നിന്റെ ഹൃദയം ഇപ്പോൾ പടപടാന്ന് മിടിക്കുന്ന പോലെ എന്റെ ഹൃദയം ഇടിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവൻ അവളുടെ കൈ പിടിച്ച് അവന്റെ നെഞ്ചിൽ ചേർത്ത് വെക്കുന്നു. അത് സത്യമാണെന്ന് സ്മൈലിന് മനസ്സിലാകുന്നു. സോറി, ഇതെന്റെ ഫസ്റ്റ് കിസ്സാണ്, അതുകൊണ്ടായിരിക്കും, ഞാൻ ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞ് അവൾ വീണ്ടും അവനെ കിസ് ചെയ്യാനായി കണ്ണുമടച്ച് മുന്നോട്ട് ചെല്ലുന്നു. പക്ഷെ അവൻ ഇത്തവണ പിന്മാറുന്നുണ്ട്. നീ എന്നെ ഡേറ്റ് ചെയ്യുമോ എന്ന് സ്മൈൽ പിന്നെയും ചോദിക്കുന്നു. ഇന്നസെന്റ് ഗേൾസ് എന്റെ ടൈപ്പ് അല്ല, നിനക്കെന്റെ ഹെഡ് ബീറ്റ് കൂട്ടാൻ കഴിയുകയാണെങ്കിൽ ഞാൻ നിന്നെ ഡേറ്റ് ചെയ്യാം, എന്നെ വശീകരിക്കാൻ ഈ പാവയുടെ ആവശ്യമില്ല, ഒരു ഹോട്ട് കിസ് മാത്രം മതി എന്ന് പറഞ്ഞ് അവൻ ആ പാവ അവൾക്ക് തിരികെ നൽകിയിട്ട് അവിടെ നിന്ന് പോകുന്നു. ലിസിന് നല്ല പനി പിടിച്ചിരിക്കുകയാണ്. ഫ്രണ്ട് അവളെ ഫുഡ് കഴിക്കാൻ വിളിച്ചപ്പോൾ എനിക്ക് എന്റെ ബോയ് ഫ്രണ്ടിനൊപ്പം പ്ലാൻസ് ഉണ്ട് എന്ന് പറഞ്ഞവൾ ഒഴിവാക്കുന്നു. ഇത്ര വയ്യാത്ത അവസ്ഥയിൽ നീ അവന്റെ ഒപ്പം പോവുകയാണോ? റൂമിൽ പോയി റെസ്റ്റ് എടുത്താൽ പോരെ എന്ന് ഫ്രണ്ട് ചോദിക്കുമ്പോൾ അവന്റെ ട്രീറ്റ് മിസ്സാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവൾ കൂട്ടുകാരിയെ പറഞ്ഞയക്കുന്നു. അവന് മെസ്സേജ് അയച്ചപ്പോൾ എനിക്കിത് വരാൻ പറ്റില്ല, പനി കാരണം ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എന്ന റിപ്ലൈ വരുന്നു. സാരമില്ല, നീ റെസ്റ്റ് എടുത്തോളാൻ അവൾ പറയുന്നു. അവനൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി അവനോട് പറയാതെ അവൾ കുറച്ച് കഞ്ഞിയും മരുന്നും ഒക്കെ വാങ്ങി അവന്റെ റൂമിലെത്തുന്നു. പക്ഷെ അവൻ റൂമിലുണ്ടായിരുന്നില്ല. ഇവിടെ വെച്ച് അവൾ അവനെ വിളിക്കുന്നത് കേൾക്കുമ്പോഴാണ് അവളുടെ ബോയ് ഫ്രണ്ട് ബാറ്റ്സ് ആണ് എന്ന് നമ്മൾ അറിയുന്നത്. അവൾ ഉടൻ തന്നെ ഫോൺ എടുത്ത് നിനക്കിപ്പോൾ എങ്ങനെയുണ്ട് എന്ന് മെസ്സേജ് അയച്ചു ചോദിക്കുന്നു. വലിയ വ്യത്യാസമൊന്നുമില്ല, ഭയങ്കര തലവേദന ഉണ്ട്, മരുന്ന് കഴിച്ചിട്ട് കിടക്കാൻ പോവുകയാണെന്ന് അവൻ റിപ്ലൈ നൽകുന്നു.
അവൻ തന്നെ പറ്റിക്കുകയാണ് എന്നവൾക്ക് ബോധ്യമാകുന്നു. പക്ഷേ അതിനെക്കുറിച്ച് അവളൊന്നും പറയുന്നില്ല. പെട്ടെന്ന് സുഖമാകട്ടെ എന്ന് മാത്രം അവൾ മെസ്സേജ് അയക്കുന്നു. സ്മൈൽ രാത്രി ടെറസിൻ്റെ മുകളിലിരുന്ന് കൈറോ കിസ് ചെയ്ത ശേഷം റിജക്റ്റ് ചെയ്ത വിവരം ഉന്നിയോട് പറയുന്നു. ബഡ്സനെ റിജക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അങ്ങനെ ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞ് ഉന്നി വിഷമിക്കുന്നുണ്ട്. സ്മൈൽ കാര്യമായി സെൻറ്റ് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തായാലും അവൻ ഈ പാവ തിരികെ തന്നല്ലോ, ഞാനിത് തിരികെ കൊടുത്തേക്കാം എന്ന് പറഞ്ഞ് ഉന്നി പാവ കയ്യിൽ നിന്ന് വാങ്ങുന്നു. അപ്പോഴാണ് അതിൻ്റെ വയറിനുള്ളിൽ ഒരു പേപ്പർ ഇരിക്കുന്നത് അവൾ കണ്ടത്. എന്താണിത് എന്ന് ചോദിച്ച് അവളെ തുറന്നു നോക്കുന്നു. സ്മൈലും അപ്പോഴാണത് കണ്ടത്. ബോയ് ഫോർ റെൻറ്റ് എന്ന കമ്പനിയുടെ ഒരു നോട്ടീസ് ആയിരുന്നു അത്. ഇങ്ങനൊരു സർവീസ് ശരിക്കും നിലവിലുണ്ടോ, ഇതെങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ വന്നു എന്നിങ്ങനെ പല സംശയങ്ങളും അവർക്കുണ്ടാക്കുന്നു. നീ ഈ പാവ വാങ്ങിയപ്പോഴേ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നിരിക്കും. കൈറോ കാണുന്നത് ഭാഗ്യമായി. അവനെങ്ങനെ കണ്ടിരുന്നെങ്കിൽ എന്നെക്കുറിച്ച് എന്ത് വിചാരിച്ചേനെ, ഇത് വളരെ മോശമാണ് എന്ന് പറഞ്ഞ് സ്മൈൽ ചുരുട്ടിക്കുട്ടി എറിയാൻ തുടങ്ങുന്നു. പെട്ടെന്ന് ഉന്നി അവളുടെ കയ്യിൽ കയറി പിടിച്ചിട്ട് കളയാൻ വരട്ടെ, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതിൽ തെറ്റില്ല, പ്രൈസും നമുക്ക് താങ്ങാവുന്നതേ ഉള്ളൂ എന്ന് പറയുന്നു. നിനക്ക് എന്ത് പറ്റി, സുഖമില്ലെന്ന് ചോദിച്ച് സ്മൈൽ അവളുടെ നെറ്റിയിൽ കൈവച്ച് നോക്കുന്നു. എനിക്ക് വേണ്ടിയല്ല, നിനക്ക് വേണ്ടിയാണ്. നീ അവൻ്റെ ഹെഡ് ബീറ്റ് കൂട്ടുകയാണെങ്കിൽ നിന്നെ ഡേറ്റ് ചെയ്യാമെന്ന് കൈറോ പറഞ്ഞില്ലേ. അപ്പോൾ പിന്നെ അവൻ ആഗ്രഹിക്കുന്ന രീതിയിൽ നിന്നെ മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒരു പയ്യനെ നീ വാടകയ്ക്ക് എടുക്കണം. ഒരു ഡേറ്റിന് പോകുമ്പോൾ എങ്ങനെയാണ് ബോയ് ഫ്രണ്ടിൻ്റെ ഹെഡ് ബീറ്റ് കൂട്ടുന്നതെന്നും അവരെ ഇംപ്രസ് ചെയ്യുന്ന രീതിയിൽ ഡ്രസ്സ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുമൊക്കെ അവർ നിന്നെ പഠിപ്പിച്ചു തരും എന്നവൾ പറയുന്നു. രണ്ടുപേരും കൂടി തങ്ങളുടെ ഭാവനയിൽ ആ രംഗം കണ്ട് ഇമാജിൻ ചെയ്ത് നോക്കുന്നു. ആ റെന്റിലെടുക്കുന്ന പയ്യൻ സെലക്ട് ചെയ്ത ഡ്രസ്സൊക്കെ ഇട്ട് സെക്സി ലുക്കിൽ വരുന്ന സ്മൈലിനെ കൈറോയ്ക്ക് റിജക്ട് ചെയ്യാൻ പറ്റാത്തതും അവർ കിസ് ചെയ്യുന്നതുമൊക്കെ അവരുടെ ഭാവനയിൽ കാണുന്നുണ്ട്. അങ്ങനെ കൈറോയെ മൂക്കും കുത്തി വീഴിക്കുന്ന ഓർത്തപ്പോൾ തന്നെ സ്മൈലിന് കുളിര് കോരുന്നുണ്ട്. നോട്ടീസിലെ ഡീറ്റെയിൽസ് അവൾ വിശദമായി നോക്കുന്നു. ബോയ്സിനെ റെന്റ് ചെയ്യണമെങ്കിൽ ഈ നോട്ടീസുമായി ബോയ്സ് ബാറിലേക്ക് വരണം എന്ന് അതിലെഴുതിയിരുന്നു. ബോയ്സ് ബാർ എവിടെയാണ്, ഇതുവരെ കേട്ടിട്ടില്ലല്ലോ എന്ന് രണ്ടുപേരും കൂടി ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നോട്ടീസ് പുറം താഴേക്ക് പോകുന്നു. അതില്ലാത്ത നിനക്ക് അവിടെ പോകാൻ പറ്റില്ല, വേഗം പോയി അത് എടുക്കാൻ നോക്കുക എന്ന് പറഞ്ഞ് ഉന്നി സ്മൈലിനെ താഴേക്ക് ഓടിച്ചുവിടുന്നു. അതേ ബിൽഡിങ്ങിൽ തന്നെയായിരുന്നു ബഡ്സും താമസിച്ചിരുന്നത്. ലിസ് അവൻ്റെ മുറിയിൽ നിന്ന് ആകെ നിരാശയായി പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അവളോട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്ന ഫ്രണ്ട് ബാഡ്സ് നിന്നെ ചീറ്റ് ചെയ്യുകയാണ് എന്ന് ഞാൻ പറഞ്ഞത് ഇപ്പോൾ സത്യമായില്ലേ. കാർഡ് ഒരിക്കലും കള്ളം പറയില്ല. ഞാൻ നിനക്ക് വേണ്ടി ഇപ്പോൾ വേറൊരു കാർഡും കൂടി എടുക്കുകയാണ്. ഇതിലിപ്പോൾ കാണുന്നത് നീ അടുത്ത് തന്നെ പുതിയൊരാളെ കണ്ടെത്തുമെന്നാണ്. അതുകൊണ്ട് ആരെങ്കിലും നിന്നോട് ഇൻട്രസ്റ്റ് കാണിച്ചാൽ നീ വിട്ടുകളയരുത്. നിന്റെ ബോയ് ഫ്രണ്ടിനോട് പ്രതികാരം ചെയ്യണം എന്നെല്ലാം കൂട്ടുകാരി അവളോട് പറയുന്നു. ആ സമയത്താണ് സ്മൈലിൻ്റെ കയ്യിൽ നിന്ന് പറന്നുപോയ നോട്ടീസ് അവളുടെ മുന്നിൽ വന്ന് വീണത്. അവൾ ഫോൺ വെച്ച ശേഷം ആ നോട്ടീസ് എടുത്ത് വായിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അത് എൻ്റേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്മൈൽ അവിടെ ഓടിയെത്തുന്നു. രണ്ടുപേരും ഇപ്പോൾ ആ സർവീസിന് ആവശ്യക്കാരിയായിരിക്കുകയാണ്. ഇതെനിക്ക് താഴെ നിന്ന് കിട്ടിയതാണ്, ഞാൻ തരില്ല എന്ന് പറഞ്ഞ ലിസും എൻ്റെ കയ്യിൽ നിന്ന് പറന്നുപോയതാണ് എന്ന് പറഞ്ഞ് സ്മൈലും അതിൽ പിടുത്തമിടുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച അവസാനം അത് ആകെ കീറിപ്പോകുന്നു. ഇനി ഞാനും ചെയ്യും, ഈ നോട്ടീസ് ഇല്ലാതെ അവർ സർവീസ് തരില്ല എന്ന് സ്മൈൽ പറഞ്ഞപ്പോൾ എനിക്കും ഇത് വേണം. ഒരു കാര്യം ചെയ്യാം, നമുക്ക് രണ്ടുപേർക്കും കൂടി പകുതി എടുക്കാം. അവർ ചോദിച്ചാൽ പട്ടി കടിച്ച് കീറിയതാണെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് ലിസ് പകുതി നോട്ടീസുമായി അവിടെ നിന്ന് പോകുന്നു. മുറിയിലെത്തിയ ലിസിന് ബാഡ്സ് തന്നെ ചീറ്റ് ചെയ്യുന്നുണ്ട് എന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്തെങ്കിലും തിരക്കൊണ്ടോ മറ്റോ ആയിരിക്കും അവൻ ഒഴിവ് പറയുന്നത് എന്ന വിശ്വാസത്തിൽ അവൾ ആ നോട്ടീസിന്റെ പകുതി ചുരുട്ടി വേസ്റ്റ് ബിന്നിൽ എറിഞ്ഞിട്ട് ബാത്റൂമിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ അവൾക്ക് ബാഡ്സിന്റെ മെസ്സേജ് വരുന്നു. എനിക്കിപ്പോൾ കുറച്ച് കുറവുണ്ട്, നമുക്ക് മറ്റൊരു ദിവസം ഫുഡ് കഴിക്കാൻ പോകാം എന്ന് അവൻ്റെ മെസ്സേജ് വായിച്ചപ്പോൾ ഇങ്ങനെ കള്ളം പറയുന്ന ഓർത്ത് അവൾക്ക് ശരിക്കും ദേഷ്യം കയറുന്നു. അവൾ ചവറ്റുകുട്ടയിൽ നിന്ന് ആ നോട്ടീസ് തിരികെ എടുക്കുന്നുണ്ട്. സ്മൈൽ അങ്ങനെ തിരക്കി പിടിച്ച് ബോയ്സ് ബാറിലെ ബോയ് ഫോർ റെന്റിന്റെ ഓഫീസിന് മുന്നിൽ എത്തിയിരിക്കുകയാണ്. നോട്ടീസ് കാണിച്ചിട്ട് സെക്യൂരിറ്റിയോട് ലിസ്റ്റ് പറഞ്ഞതുപോലെ പട്ടി കടിച്ചു കീറി എന്ന് അവൾ കള്ളം പറയുന്നു. ID കാർഡ് നോക്കി അവൾക്ക് പ്രായപൂർത്തിയായതാണ് എന്ന് ഉറപ്പാക്കിയ ശേഷം അയാൾ അവളെ അകത്തേക്ക് കടത്തിവിടുന്നു. വഴി കാണിച്ചു കൊടുക്കാൻ ഒരാൾ അവളുടെ കൂടെ ചെല്ലുന്നുണ്ട്. ബോയ് ഫോർ റെന്റിന്റെ മാനേജർ ജെയ്ഡന്റെ മുറിയിലേക്കാണ് അവൾ എത്തിപ്പെട്ടത്. എങ്ങനെയുള്ള ബോയ് ആണ് റെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് അയാൾ ചോദിക്കുന്നു. മുതിർന്നവരെ പോലെ പ്രണയിക്കാൻ എന്നെ പഠിപ്പിക്കാൻ കഴിയുന്ന ഒരു ബോയ് എന്നവൾ പറയുന്നു. ഇതാണ് നമ്മൾ തുടക്കത്തിൽ കണ്ട സീൻ. അയാൾ ഒരു ഫോം നൽകിയിട്ട് ഇത് ഫിൽ ചെയ്ത് തന്നാൽ നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള ഒരാളെ ഞാൻ സെലക്ട് ചെയ്ത് തരാം എന്നറിയിക്കുന്നു. എനിക്കപ്പോൾ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല എന്നവൾ ചോദിക്കുന്നു. ഓപ്ഷൻ ഉണ്ട്, പക്ഷേ എക്സ്ട്രാ ചാർജസ് ഉണ്ട്. അതുമാത്രമല്ല ഇവിടെയുള്ള ബോയ്സിനെ എല്ലാം എനിക്ക് വളരെ നന്നായി അറിയാം. അപ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള ആളിനെ ചൂസ് ചെയ്യാൻ കഴിയുന്നതും എനിക്കായിരിക്കുമെന്ന് ജെയ്ഡൻ പറയുന്നു. ഞാൻ സെലക്ട് ചെയ്യുന്ന ആളിനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ റീഫണ്ട് തരാം എന്നയാൾ പറയുന്നതിനാൽ അയാൾ തന്നെ ചൂസ് ചെയ്തോളാൻ പറഞ്ഞ് സ്മൈൽ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. അത് വായിച്ചിട്ട് അവളുടെ പ്രിഫറൻസിന്റെ കാരണം ഓരോന്നും അയാൾ വിശദമായി ചോദിച്ചറിയുന്നുണ്ട്. മുമ്പ് ഗേൾ ഫ്രണ്ട്സ് ഉണ്ടായിരുന്ന ആരെങ്കിലും വേണം എന്നവൾ എഴുതിയതിന്റെ കാരണം അന്വേഷിച്ചപ്പോൾ അവരുടെ ഗേൾ ഫ്രണ്ട് ഉറപ്പായും പലതവണ അവരുടെ ഹെഡ് ബീറ്റ് കൂട്ടിയിട്ടുണ്ടാകും. അങ്ങനെയുള്ളവർക്ക് എന്നെ കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ കഴിയും എന്നവൾ പറയുന്നു. അവളുടെ ഡിമാൻഡ്സ് കുറച്ച് ഡിഫിക്കൽട്ടാണ്, എങ്കിലും അതിനെല്ലാം പറ്റിയ ഒരാളുണ്ട്. ആളിപ്പോൾ ഫ്രീയുമാണ്, അയാളെ തന്നെ തരാമെന്ന് ജെയ്ഡൻ പറയുന്നു. പ്രൈസിന്റെ കാര്യം അന്വേഷിച്ചപ്പോൾ ഒരു ദിവസത്തെ റെന്റിംഗ് ചാർജിനേക്കാൾ 10 ദിവസത്തെ ഒരു ഓഫറാണ് കൂടുതൽ നല്ലതായി സ്മൈലിന് തോന്നിയത്. അതുകൊണ്ട് അവൾ 10 ദിവസത്തേക്ക് എടുക്കാമെന്ന് സമ്മതിക്കുന്നു. അയാൾ അവളുടെ വിരലടയാളം ഒന്ന് കോൺടാക്റ്റിൽ പതിപ്പിക്കുന്നു. നാളെ വൈകിട്ട് 6 മണിക്ക് ഇവിടെ എത്തണം, നിന്റെ ആവശ്യമനുസരിച്ചുള്ള ബോയ് അപ്പോൾ ഇവിടെ ഉണ്ടാകും എന്ന് അയാൾ അറിയിക്കുന്നു. സ്മൈൽ സന്തോഷത്തോടെ അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷമാണ് ലിസ് തിരക്കി പിടിച്ച് അവിടെ എത്തിയത്. അവൾ നോട്ടീസ് കാണിച്ചിട്ട് പട്ടി കടിച്ചു കീറിയെന്ന് തന്നെയാണ് സെക്യൂരിറ്റി പറഞ്ഞത്. പിന്നെയും അങ്ങനെ തന്നെയോ? എന്തായാലും ID കാണിക്കാൻ അയാൾ ആവശ്യപ്പെടുന്നു. ഇത്രയ്ക്ക് സെക്യൂരിറ്റിയുടെ ഒക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ച ലിസ് ID പേഴ്സിൽ തപ്പിയപ്പോഴാണ് അത് കയ്യിലില്ല എന്നറിയുന്നത്. ഞാൻ ID വീട്ടിൽ വെച്ച് മറന്നുപോയി, എന്നെ കണ്ടാൽ അറിയില്ല ഞാൻ അണ്ടർ ഏജ് അല്ല എന്ന്. ഞാൻ അകത്തേക്ക് കയറിക്കോട്ടെ എന്ന് ചോദിച്ച് അവൾ ഇടിച്ചു കയറാൻ ഒരു ശ്രമം നടത്തിയെങ്കിലും നടക്കുന്നില്ല. അവൾ അയാളുടെ കയ്യിൽ പിടിച്ച് സോപ്പിട്ട് നോക്കുന്നുണ്ട്. പക്ഷേ അയാൾ ദേഷ്യപ്പെട്ട് അവളുടെ കൈ തട്ടി മാറ്റി അവിടെ നിന്ന് പോകാൻ ആവശ്യപ്പെടുന്നു.
നിങ്ങളുടെ ഗേ ആണെന്നാണ് തോന്നുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ലിസ് തിരിഞ്ഞടക്കുന്നു. അപ്പോഴാണ് കൈറോ അവൾക്കെതിരായി വന്നത്. അവൾ അവനെ പിടിച്ചു നിർത്തി സംസാരിക്കുന്നുണ്ട്. നിന്നെ കണ്ടിട്ട് ബോയ്സ് ബാറിലാണ് ജോലി ചെയ്യുന്നതെന്ന് തോന്നുന്നല്ലോ. അവിടുത്തെ വെയിറ്റർ ആണെന്ന് ഡ്രസ് കണ്ടാൽ മനസ്സിലാക്കും. ഞാൻ എൻ്റെ ID എടുക്കാൻ മറന്നു, അതുകൊണ്ട് സെക്യൂരിറ്റി എന്നെ അകത്തേക്ക് വിടുന്നില്ല. നീ പുറകിലെ വാതിൽക്കൽ കൂടി എന്നെ ഒന്ന് അകത്ത് കയറാൻ സഹായിക്കുമോ? ഫ്രീ ആയി വേണ്ട, ടിപ്പ് തരാമെന്ന് പറഞ്ഞ് അവൾ പേഴ്സിൽ നിന്ന് 100 രൂപ എടുത്ത് അവന് നീട്ടുന്നു. വെയിറ്റർ ആണോ എന്ന് ചോദിച്ചപ്പോൾ മുതൽ കൈറോ ആകെ കലിപ്പിലാണ്. അപ്പോഴാണ് അവൾ ടിപ്പും കൂടി നൽകുന്നത്. അവന്റെ ഭാവം കണ്ട് 100 പോരെ, എങ്കിൽ 50 കൂടെ തരാം, അതിൽ കൂടുതൽ ചോദിക്കരുത്. മോശമൊന്നും വിചാരിക്കണ്ട, വാങ്ങിച്ചോ. നിന്റെ ഇവിടുത്തെ ഒരു ദിവസത്തെ ശമ്പളത്തിന്റെ പകുതിയിൽ കൂടുതലുണ്ട് ഇത് എന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് അവളത് അവന്റെ കയ്യിൽ പിടിപ്പിക്കുന്നു. കൈറോയ്ക്ക് ചിരി പൊട്ടിയെങ്കിലും അവനെ അടക്കിക്കൊണ്ട് അവളെ പുറകിലെ വാതിൽ കൂടി അകത്തെത്തിക്കുന്നു. അവളെ നോട്ടീസ് കാണിച്ചിട്ട് ഇതെന്റെ ഓഫീസ് എവിടെയാണെന്ന് അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ നിന്നെ പോലെ ഒരു സുന്ദരി എന്തിനാണ് ഇങ്ങനൊരു സർവീസ് തിരഞ്ഞെടുക്കുന്നത് എന്ന് അവൻ ചോദിക്കുന്നു. അത് നീ അറിയേണ്ട കാര്യമില്ല എന്ന് ലിസ് പറയുന്നു. അപ്പോഴാണ് സെക്യൂരിറ്റി അതുവഴി പോകുന്നത് കൈറോ കണ്ടത്. അയാൾ ലിസിനെ കാണാതിരിക്കാൻ അവളെ പിടിച്ച് ഭിത്തിയിലേക്ക് ചേർത്ത് നിർത്തി അവൾക്ക് മുന്നിലായി കിസ് ചെയ്യാമെന്നോണം നിൽക്കുന്നു. രണ്ടുപേരുടെയും മുഖം കുറേ നേരം ക്ലോസ് ആയി തന്നെയാണ് നിൽക്കുന്നത്. സെക്യൂരിറ്റി പോയി എന്ന് ഉറപ്പായപ്പോൾ അയാൾ ഇപ്പോൾ നിന്നെ കണ്ടിരുന്നെങ്കിൽ പിടിച്ച് പുറത്താക്കിയേനെ എന്ന് കൈറോ പറയുന്നു. താങ്ക്സ് പറഞ്ഞ് ലിസ് അവിടെ നിന്ന് മാറുന്നുണ്ട്. കൈറോ അവളെ ലിഫ്റ്റിന് മുന്നിൽ എത്തിച്ചിട്ട് ബോയ് ഫോറന്റിന്റെ ഓഫീസിലേക്കുള്ള വഴി പറഞ്ഞു കൊടുക്കുന്നു. അവൾ താങ്ക്സ് പറഞ്ഞിട്ട് നീ നല്ലൊരു വെയിറ്റർ ആണെന്ന് തോന്നുന്നു, ധാരാളം ടിപ്പൊക്കെ കിട്ടാറുണ്ടായിരിക്കും അല്ലേ എന്ന് ചോദിക്കുന്നു. അവൻ എതിർത്തൊന്നും പറയുന്നില്ല. ലിസ് അവൻ പറഞ്ഞതനുസരിച്ച് ബോയ് ഫോറന്റിന്റെ ഓഫീസിലെത്തുന്നു. ജേഡൻ സ്മൈലിന് നൽകിയതുപോലെയുള്ള ഒരു ആപ്ലിക്കേഷൻ ഫോം അവൾക്ക് നൽകുന്നു. ലിസിന്റെ ഡിമാൻഡ് കണ്ടപ്പോൾ ഇന്ന് വന്നതെല്ലാം ഇതുപോലെ വല്ലാത്ത കസ്റ്റമേഴ്സ് ആണല്ലോ. ഇവിടെ നിങ്ങളുടെ കണ്ടീഷൻസ് പറ്റി ഒരേ ഒരാളേ ഉള്ളൂ, പക്ഷെ അയാൾ കുറച്ച് സ്പെഷ്യലാണ്. അയാളെ റെന്റ് എടുക്കണമെങ്കിൽ അയാൾക്ക് നിങ്ങളെ ഇഷ്ടപ്പെടണം. അയാൾ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നേരിട്ട് നിങ്ങൾക്കരികിലേക്ക് വന്നോളും. മറിച്ച് റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ നാളെ വൈകിട്ട് 6 മണിക്ക് ഇവിടെ വരണം. ക്യാഷ് റീഫണ്ട് ചെയ്യാം എന്ന് ജേഡൻ പറയുന്നു. അടുത്ത ദിവസം പറഞ്ഞ സമയത്ത് തന്നെ സ്മൈൽ ബോയ് ഫോർ റെന്റിന്റെ ഓഫീസിലെത്തുന്നു. അവളോട് ഒരു മുറിയിൽ വെയിറ്റ് ചെയ്യും, അവളുടെ ബോയ് ഇപ്പോൾ എത്തുമെന്ന് അറിയിക്കുന്നു. ലിസ് ബോയ് ഫോർ റെന്റിന്റെ ഓഫീസിലേക്ക് പുറപ്പെടാൻ തുടങ്ങുമ്പോഴാണ് റെന്റ് എടുക്കാൻ ആൾ സമ്മതിച്ചിട്ടുണ്ട്, ഇങ്ങോട്ടേക്ക് വരേണ്ട ആവശ്യമില്ല, അവൻ അങ്ങോട്ടേക്ക് വന്ന് കണ്ടോളും എന്ന് ജേഡൻ അവളെ വിളിച്ചു പറഞ്ഞത്. അയാൾ അങ്ങനെ എന്നെ തിരിച്ചറിയുമെന്ന് ലിസ്റ്റ് ചോദിച്ചപ്പോഴേക്കും ഫോൺ കട്ടായിരുന്നു. റെന്റൽ ബോയ്സിനെ കാത്തിരിക്കുന്ന സ്മൈലിന്റെയും ലിസിന്റെയും അടുത്തേക്ക് വന്ന ബോയ്സിനെ കണ്ട് രണ്ടുപേരും ഞെട്ടുന്നുണ്ട്. സ്മൈലിന്റെ അടുത്തേക്ക് വന്നത് ബാറ്റ്സും ലിസിന്റെ അടുത്തേക്ക് വന്നത് കൈറോയുമായിരുന്നു. രണ്ട് ഗേൾസും ബോയ്സിനെ കണ്ട് ഞെട്ടി നിൽക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി അമർത്തുക.